दिल की आरज़ू तेरी नदियों मेरे पति को तो मार दिया, मुझे भी मार दो। में नहीं, मोदी को बोलो। इतनी सी है दिल की आरज़ू ഹായ് നമസ്തേ, ഒരിക്കൽ കൂടി മുംബൈ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എന്തിനാണ് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഒരു മൂഡിൽ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ കരുതിയേക്കാം. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാരണം ഇപ്പോഴും നമുക്ക് റിലാക്സ് ചെയ്യാനേ ഒക്കുള്ളൂ. കാരണം നമുക്കറിയാം, നമ്മുടെ ഭാരതം, ഇന്ത്യ പാകിസ്ഥാനുമായി സംഘർഷത്തിൽ നിൽക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ നാം തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചടിക്കാനുള്ള സമയം ഏകദേശം കഴിഞ്ഞു, അല്ലെങ്കിൽ തിരിച്ചടിക്കില്ല, എന്തുകൊണ്ട് അടിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നവർ ധാരാളമുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല. നമുക്കങ്ങനെ ചോദിക്കാൻ പാടില്ല. കാരണം നമുക്കെന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിന് തിരിച്ചടിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചടിച്ചിരിക്കും. അത് മുൻകാലങ്ങളിൽ നമ്മൾ തെളിയിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഇന്ന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാലും പേപ്പറൊക്കെ വായിക്കുന്നവർ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെന്നില്ല. കാരണം പാകിസ്ഥാൻ എന്ത് ചെയ്തു, പാകിസ്ഥാൻ എന്ത് ഭീഷണി മുഴക്കി, ഇതൊക്കെയാണ് പേപ്പറിൽ വരുന്നത്. അതൊന്നും കൊണ്ട് നമ്മളാരും വിശ്വസിക്കേണ്ട. കാരണം ഭീഷണി മുഴക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കളയും, ആണവ ബോംബിട്ട് കളയും എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആണവ ബോംബിൻ്റെ ശേഷി വളരെ ഉള്ള ഒരു രാജ്യമാണെന്ന് ഓർക്കണം. നമ്മളാരും ഒരിക്കലും ഭാരതം ആണവ ബോംബിനെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല യുദ്ധത്തിൻ്റെ കാര്യം വരുമ്പോൾ. എന്തുകൊണ്ട്? കാരണം ആണവശേഷി നമുക്ക് ഓൾറെഡി ഉണ്ട്. ഈ ആണവശേഷി ഉള്ള രാജ്യങ്ങളാരും അത് പറഞ്ഞാരും വീമ്പിളക്കത്തില്ല. കാരണം ആണവശേഷി ഉണ്ടെങ്കിൽ അത് നമ്മൾ കരുതി വച്ചിരിക്കുന്നതാണ്. ഈ ഒരു നിവൃത്തിയുമില്ലാതെ ഒരു അത്യാഹിത ഘട്ടം വരുമ്പോൾ മാത്രം പ്രയോഗിക്കാനുള്ളതാണ്. അതും നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഭാരതവും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളും, നമ്മൾ ആണവ ബോംബ് ഇങ്ങോട്ട് പ്രയോഗിക്കുവാൻ ശ്രമിച്ചാലേ അങ്ങോട്ട് പ്രയോഗിക്കൂ എന്ന്. ഇതാണ് നമ്മുടെ പോളിസി. അപ്പോൾ നമ്മൾ വീമ്പ് മുഴക്കേണ്ട ആവശ്യമില്ല ആണവ ബോംബിനെക്കുറിച്ച്. എന്തുകൊണ്ട് എന്നാൽ പാകിസ്ഥാൻ വീമ്പ് മുഴക്കുന്നു. കാരണം അവർക്ക് ആണവശേഷി ഉണ്ടെന്ന് വളരെ നേരത്തെ തന്നെ പറയപ്പെടുന്നു. എങ്കിലിരിക്കട്ടെ, ഈ ആണവശേഷി അവർ കൈവരിച്ചത് എങ്ങനെയാണെന്ന് വ്യക്തമല്ല. അത് അവർ സ്വന്തമായി നേടിയെടുത്തതാണോ, ഇല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ സഹായിച്ചാണോ? ചൈനയായിരിക്കാം, ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളാകാം, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ ആണവശേഷി നമ്മൾ സ്വയം പര്യാപ്തത കൊണ്ട് നേടിയെടുത്തതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ റോ മെറ്റീരിയൽസ് മറ്റുള്ളവരോട് വാങ്ങിയേക്കാമെങ്കിലും നമ്മൾ സ്വയം പര്യാപ്തത വരിച്ചൊരു രാജ്യം കാര്യത്തിൽ എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ നമ്മുടെ വിഷയം നമ്മൾ ഈ സംഘർഷം എങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഈ റിലാക്സ് മൂഡ് എന്തിന് എന്ന് ചോദിച്ചാൽ, ഇപ്പം അടുത്ത ഈ ഒരാഴ്ച ഈ സംഭവം നടന്നിട്ട് ഒന്നും സംഭവിക്കില്ല. കാരണം നമ്മൾ ശക്തമായിട്ട് തിരിച്ചടിക്കുവാൻ പോവുകയാണെന്ന് മുൻകൂട്ടി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം വെറുതെ എന്തെങ്കിലും കാണിക്കുക എന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ അതിന് നടപടി കൈക്കൊണ്ടതിന് ശേഷമേ ഒരു അടിക്ക് പുറപ്പെടാവൂ, അല്ലെങ്കിൽ പുറപ്പെടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പുറപ്പെടാൻ പോകുന്നുള്ളൂ. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പോളിസി. അത് വളരെക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായി വന്നാൽ പോലും നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടാണ് നമ്മൾ അടിക്കുവാൻ പോകുന്നത്. മുൻകാലങ്ങളിൽ കണ്ടതുപോലെയല്ല. കാരണം ഇതിന് തക്കതായ മറുപടി കൊടുക്കും എന്ന് തന്നെ കട്ടായമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ ഭരണതലത്തിൽ പ്രതിരോധ മന്ത്രി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പാടിൽ ജീവിക്കുന്ന ഒരു രാജ്യമാണ്. കാരണം നമ്മൾക്ക് ഭയമില്ലെന്നല്ല, എല്ലാവർക്കും ജീവനിൽ ഭയമുണ്ട്. പക്ഷേ നമ്മൾ സുരക്ഷിതരായിരിക്കുന്നു. കാരണം നമ്മുടെ ആണവശേഷി കൂടാതെ നമ്മുടെ സൈനിക ശേഷി 3 തലങ്ങളിൽ, വായുസേന, നമ്മുടെ നാവികസേന, നമ്മുടെ മിലിറ്ററി, നമ്മുടെ കാലാപട, ഇവരെല്ലാം വളരെ ശേഷി പ്രകടിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് ആയുധബലമുണ്ട്. എല്ലാം നമ്മൾ നേടി വളരെയധികം ശക്തരായിരിക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ. അപ്പോൾ നമ്മൾ ആരെയും പ്രകോപിപ്പിച്ച് ഒരു യുദ്ധം നടത്തി നോക്കിയാലോ എന്ന് പോലും നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാറില്ല. എന്നാൽ പ്രകോപനം ചെയ്തുകൊണ്ട് തീവ്രവാദികളെ ഉപയോഗിച്ച് ഇവിടെ നമ്മളെ ഹിംസിക്കാനൊരുങ്ങുന്ന ഒരു അയൽരാജ്യം, അവരെ വെറുതെ വിടാൻ പറ്റത്തില്ല. അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കും. അത് നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിൽ പോയാൽ ഒരു കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ശേഷിയുണ്ട് നമ്മുടെ ഭാരതത്തിന്. കാരണം അവരുടെ ശേഷിയില്ലായ്മയാണ് അതിന് കാരണം, പാകിസ്ഥാൻ്റെ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മൊത്തം സ്റ്റേറ്റ് എടുത്താൽ ഇന്ത്യയിലെ UP പോലുള്ള സംസ്ഥാനത്തിൻ്റെ അത്രയും GDP മാത്രം വരുന്ന ഒരു രാജ്യമാണ്. ഓർക്കണം,
മില്യൺ GDP കണക്കിൽ പറയുമ്പോൾ കേവലം ഇന്ത്യയിലെ UP എന്ന സംസ്ഥാനത്തിൻ്റെ അത്രയും മാത്രം GDP വരുമാനം അല്ലെങ്കിൽ ആൾ വരുമാനം ഉള്ള ഒരു രാജ്യമായിട്ടുള്ള പാകിസ്ഥാന് എന്ത് ചെയ്യാൻ കഴിയും? അവരുടെ സൈനിക ബലം എത്രയാണ്? അതിൻ്റെ 10 മടങ്ങ് നമുക്ക് സൈനിക ശേഷിയുണ്ട്. അതുപോലെ ആയുധങ്ങളൊക്കെ അവരുടെ ഏറ്റവും പുതിയ ആയുധങ്ങൾ അവർ കണ്ട കാലം മറന്നു എന്ന് വേണം പറയാൻ. അവരുടെ ആണവശേഷിയെക്കുറിച്ച് അവർ വീമ്പളക്കുന്നത് ആദ്യം തന്നെ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഈ വീമ്പളക്കലിൻ്റെ കാരണം പേടി കൊണ്ടാണ്, ഭയം കൊണ്ടാണ്. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന, ലോകത്തെല്ലാവർക്കും എല്ലാ രാജ്യങ്ങൾക്കും അറിയാവുന്നതിൽ അവർക്ക് പ്രത്യേകിച്ച് നന്നായി അറിയാം. അവിടുത്തെ രാജ്യത്തിലെ ജനങ്ങൾ തന്നെ അവരോട് എതിർപ്പാണ്, യുദ്ധത്തിലേക്ക് പോകുന്നത്. അവർക്കെല്ലാം ബോധ്യമുള്ള, സാധാരണ ജനങ്ങൾക്ക് പോലും ഇപ്പോൾ ബോധ്യമുണ്ട് എന്താണ് വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ എന്തോ വൻ നാശം സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിൽ അവർ പല രാജ്യങ്ങളുമായി പല മധ്യസ്ഥതയ്ക്കും സംഭാഷണങ്ങൾക്കും അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ, ഇന്ത്യയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി നോക്കി. ഇതിനോടകം റഷ്യ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, അതുപോലെ പിന്നെ അമേരിക്ക എന്നീ രാജ്യങ്ങൾക്ക് ആയിട്ട്. പക്ഷേ റഷ്യ ഒരിക്കലും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അനുകൂലമോ ഉള്ള നിലപാട് എടുത്തില്ല. അവർ തീർത്ത് പറഞ്ഞു പാകിസ്ഥാൻ അനുകൂലമായിട്ട് റഷ്യ നിലപാടെടുത്തില്ല. അമേരിക്ക അങ്ങനെ തന്നെയാണ്. അമേരിക്കയും ഇന്ത്യയുമായിട്ട് വളരെ സുഹൃത്ബന്ധം നന്നായിരിക്കുന്ന ഒരു സമയം. ഇപ്പോൾ അമേരിക്കയ്ക്ക് യാതൊരു പ്രത്യേകിച്ച നേട്ടവുമില്ല പാകിസ്ഥാനുമായിട്ട് ഇടനില നിന്നിട്ട് പോലും. അവർ പറയുന്നുണ്ട് ഇത് രമ്യമായിട്ട് പരിഹരിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും ശ്രമിക്കും എന്ന് കരുതുന്നു എന്ന് മാത്രമേ പറയുള്ളൂ. അതിന് ആരാണ് കുറ്റക്കാരെന്ന് വെച്ചാൽ അവർ അത് അർഹിക്കുന്നു, അതിൻ്റെ പിന്നെ മറ്റു കാര്യങ്ങൾ എന്നും അവർ പറഞ്ഞു വയ്ക്കുന്നു. അതിനർത്ഥം വ്യക്തമാണ്. കാരണം അവർ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് അറബ് രാഷ്ട്രങ്ങളിൽ സൗദി അറേബ്യ, UAE അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾ പോയിട്ട് ഇതുപോലെയൊക്കെയുള്ള രാജ്യങ്ങൾ, ഇറാൻ പോലും നമുക്ക് അനുകൂലമായി പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ തന്നെ നമ്മുടെ രാജ്യത്തോട് അവർ യാതൊരു രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളുമില്ല, എതിർപ്പുകളുമില്ല. അവർ നല്ല ബന്ധങ്ങളാണ് നമ്മളുമായിട്ട്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്, ആകപ്പാടെ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യം ഈ തീവ്രവാദികളുടെ രക്തമാണ്, അല്ലെങ്കിൽ ഈ തീവ്രവാദികളുടെ ജീവനോടെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്നറിയുന്നു. NIA നമ്മുടെ സർക്കാരും തീരുമാനമെടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം തെളിവ് സഹിതം ഇവരെ പുറത്തു കൊണ്ടുവരാനാണ് ഇന്ത്യയുടെ തന്ത്രം. അവരെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ മാത്രമേ അവരെ അപായപ്പെടുത്തുകയുള്ളൂ എന്നുള്ളത്. എന്തായാലും കാത്തിരുന്ന് കാണുക. ഇതിന് സമയമുണ്ട് എന്ന് ഓരോരുത്തരും ഓർക്കുക. ഇതിനൊക്കെ തക്കതായ സമയത്ത് മറുപടി കൊടുത്താൽ മതി. ആരും ധൃതി കൂട്ടണ്ട. അതിന് കോപ്പ് കൂട്ടിയ നമ്മുടെ ഭാരതദേശം സന്നദ്ധരായി കഴിഞ്ഞു. നമ്മുടെ 3 സേനകളും അതുപോലെ എല്ലാ അതിർത്തികളും നമ്മൾ സേഫാക്കി കഴിഞ്ഞു. പിന്നെ പലരും വീമ്പളക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. കാരണം കുരയ്ക്കും പട്ടി കടിക്കില്ല. വീമ്പളക്കാനേ അവർക്ക് കഴിയും, അവർക്കൊന്നും കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ മീനിങ്, അർത്ഥം വ്യക്തമാകുന്നത്. എന്തായാലും നമ്മളാരും ഈ നമ്മുടെ യുദ്ധ വിദഗ്ധരോ അല്ലെങ്കിൽ അത്ര ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ പറയാൻ അറിയാവുന്നവരോ അല്ല, ഞാൻ ഉൾപ്പെടെ പലരും. പക്ഷേ യൂട്യൂബ് ചാനലുകളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഈവൻ പത്രമാധ്യമങ്ങളിലൂടെയും പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പറഞ്ഞു വരുത്തുകയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള വീഡിയോകൾ ഇടുകയൊക്കെ ചെയ്യുന്നത് പോലെ ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. നമുക്ക് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചും അല്ലെങ്കിൽ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഇത്രയും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും എൻ്റെ ഈ ചെറിയ വീഡിയോ വളരെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ആർക്കും ഭയം ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ ഭാരതത്തിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ആർക്കും നമ്മൾ സേഫാണ്, സംരക്ഷണം നമുക്കുണ്ട് എന്ന് ഉറപ്പ് ആക്കിക്കൊണ്ട് ജീവിക്കുക, നമ്മുടെ കർത്തവ്യങ്ങളിൽ ഏർപ്പെട്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു ശുഭപര്യവസായിയായിട്ട് നമ്മുടെ ഈ ഒരു സംഘർഷം അവസാനിക്കും എന്ന് തന്നെ കരുതിക്കൊണ്ട് ജയ് ഹിന്ദ്, ജയ് ഭാരത് മാതാ, ജയ് ജവാൻ. है दिल की आरज़ू तेरी नदियों मेरे पति को तो मार दिया, मुझे भी मार दो। में नहीं, मोदी को बोलो। इतनी सी है दिल की आरज़ू।